ആപാലവർദ്ധം ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അങ്ങനെ ഭാഗവതത്തിൽ നമ്മൾ ദക്ഷയാഗം കഴിഞ്ഞു. ഇനി അടുത്ത് കിടക്കുന്നത് ധ്രുവചരിതത്തിലേക്കാണ്. അതായത് 4-ാമത്തെ സ്കന്ധത്തിലും അധ്യായം 8-ലുള്ളതാണ് ധ്രുവചരിതം. സ്വയംഭൂമനുവിനും 3 പുത്രിമാരും 2 പുത്രനും ഉണ്ടായി എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ 3 പുത്രന്മാരുടെ കഥകൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ 2 പുത്രന്മാരുടെ കഥയാണ് പറഞ്ഞത്. ആ 2 പുത്രന്മാരാണ്, ഒന്ന് പ്രിയവ്രതൻ, രണ്ടാമത്തെ ഉത്താനവചൻ. പ്രിയവ്രതൻ എന്ന് പറഞ്ഞാൽ മൂത്തവനും, രണ്ടാമത്തെ ഉത്താനവചനും. ഈ പ്രിയവ്രതന് രാജ്യഭാരത്തിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അനുജനായ ധ്രുവനല്ല ഉത്താനവാദത്തിന് കൊടുത്തു. ധ്രുവൻ പറഞ്ഞ ഉത്താനവാദത്തിൻ്റെ പുത്രനാണ്. ഉത്താനവാദന് ഏൽപ്പിച്ച് അദ്ദേഹം വാനപ്രസ്ഥത്തിന് പോയി. പിന്നീട് ഒരിക്കൽ മടങ്ങുന്നുണ്ട് കേട്ടോ, അതിപ്പോൾ ലാസ്റ്റ് വരും, അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഉത്താനവാദന് 2 ഭാര്യമാരാണുള്ളത്. ഒന്ന് സുനീതി, രണ്ടാമത്തെ സുരുചി. ഈ സുനീതി വളരെ ശാന്ത സ്വഭാവമുള്ളവരും എപ്പോഴും ഭഗവാനെ ആരാധിക്കുന്നവനും മഹാവിഷ്ണുവിനെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് സുനീതി. സുരുചിയാകട്ടെ കുറച്ച് അഹംഭാവമുള്ളവരും പണക്കാരിയും വളരെയധികം ഈശ്വരഭക്തിയൊന്നും ഇല്ലാത്തവളും അങ്ങനെയായാണ്. 2 പേർക്കും 2 ഓരോ പുത്രന്മാരാണ്. സുനീതിക്ക് ധ്രുവൻ എന്ന പുത്രനും സുരുചിക്ക് ഉത്തമൻ എന്ന പുത്രനുമാണ്. അങ്ങനെ ഓരോ പുത്രനാണ്. നിർഭാഗ്യവശാൽ മഹാരാജാവിന്, അതായത് ഉത്താനവാദന് സുരുചിയോടായിരുന്നു കൂടുതൽ അടുപ്പം. അവളുടെ സൗന്ദര്യവും പണവും കണ്ടിട്ടായിരിക്കാം, സാധാരണ അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ, എന്തോ ആവട്ടെ, അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അദ്ദേഹം രാജധാനിയിൽ കൊട്ടാരത്തിൽ എങ്ങനെ ഈ ആസനസ്ഥനായിരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ പുത്രൻ ഉത്തമൻ മടിയിലിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ധ്രുവൻ, അതായത് സുനീതിയുടെ പുത്രൻ ധ്രുവൻ ഓടി വന്ന് മടിയിൽ കയറിയിരിക്കാൻ ഭാവിച്ചു. ഇരുന്നില്ല കേട്ടോ, ഭാവിച്ച് അങ്ങനെ കയറിയിരിക്കുന്നതും സുരുചി വരുന്നതും ഒരേ സമയമായിരുന്നു. അപ്പോൾ സുരുചി ആ കുട്ടിയെ, 5 വയസ്സ് മാത്രം പ്രായമായ കുട്ടിയാണ്, 2 പേരും ഓരോ വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവും. സുരുചി എന്ത് ചെയ്തു, ആ കുട്ടിയെ വലിച്ച് താഴ്ത്തിട്ടിട്ടെ, അച്ഛൻ്റെ മടിയിൽ നിൽക്കാൻ നിനക്ക് യോഗ്യതയില്ല, അതിന് നീ അടുത്ത ജന്മത്തെ എൻ്റെ വയറ്റിൽ പിറന്നാലേ നടക്കുള്ളൂ, അതുകൊണ്ട് നീ അത് ആഗ്രഹിക്കേണ്ട, നീ മഹാവിഷ്ണുവിനെ നാരായണനെ തപസ് ചെയ്താലേ അതിന് സാധിക്കുള്ളൂ എന്ന് ഒരു അഹംഭാവ രൂപത്തിലും തമാശ രൂപത്തിലും പറഞ്ഞു. നാരായണനെ തപസ് ചെയ്താൽ നിനക്കത് സാധിക്കുന്നു. പക്ഷെ അവരിപ്പോൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ പറഞ്ഞ് ആ കുട്ടിയെ തള്ളിവിട്ടു. അച്ഛനാണെങ്കിൽ ഒന്നും പറയാനും വയ്യ, കാരണം സുരുചി പറഞ്ഞതിന് അപ്പുറം അദ്ദേഹം പോയില്ല. അങ്ങനെ ഒരു സ്വഭാവമായിപ്പോയി അദ്ദേഹത്തിന് മനസ്സിന് വളരെ വിഷമമുണ്ട്. പക്ഷേ ഈ കുട്ടി നേരെ പോയി അമ്മയുടെ അടുത്ത് പോയി കരഞ്ഞു. അമ്മ എന്നെ ഇങ്ങനെ ചെറിയമ്മ ഇങ്ങനെ ചെയ്തു പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, അത് നീ ദൈവത്തിന് പ്രാർത്ഥിക്കേ വേണ്ടു, ഞാനും ഇവിടെ അടിമയെ പോലെയാണ് ചെയ്യുന്നത്, നിനക്കും ഒരു കാലം വരും, നിനക്ക് അവിടെ ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചെറിയമ്മ പറഞ്ഞു, നാരായണനെ ജപിച്ചാൽ മാത്രമേ നിനക്ക് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നാരായണനെ ജപിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുറേ വേണ്ട പറഞ്ഞു. കാരണം എന്താ, ചെറിയ കുട്ടിയാണ്, വനത്തിൽ പോയി തപസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമാണ്. അതും ഒരു അമ്മയ്ക്ക് ഒരേ ഒരു കുട്ടി, ആ കുട്ടിയെ പ്രാണനോടുകൂടി ജീവിക്കുന്ന ആ കുട്ടിയെ വിട്ടു കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുകയോ ഇല്ല. പക്ഷേ ധ്രുവനാണെങ്കിൽ ആ മനസ്സിന് ഭയങ്കര സങ്കടമുണ്ട്, വനത്തിലേക്ക് പോയി നാരായണനെ വിചാരിച്ച് തപസ് ചെയ്തു, വളരെ കഠിനമായ തപസ്. ആ സമയത്ത് നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്ന് ആ കുട്ടിയെ തൊട്ട് വിളിച്ച സമയത്ത് ധ്രുവൻ തിരിഞ്ഞു നോക്കിയ സമയത്ത് നാരദ മഹർഷി നാരദൻ ഒന്നും ആ കുട്ടിക്ക് അറിയില്ല, ഒരു മഹർഷി വീണയും വെച്ചുകൊണ്ട്, വീണയോ എന്താ വെച്ചാൽ അത് വെച്ചുകൊണ്ട് ഇരിക്കും, തമ്പൂരുവോ വീണയോ എന്താ വെച്ചാൽ അതൊരു തർക്കത്തിലാണ്, അതുപോട്ടെ, അത് വെച്ചുകൊണ്ട് അവിടെ നാരദൻ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നാരദൻ പറഞ്ഞു, മോനെ, എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു, നീ എൻ്റെ മടിയിലിരുന്നു, അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ മടിയിൽ നിനക്ക് ഇരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി അത് സമ്മതിച്ചില്ല, എനിക്ക് അച്ഛൻ്റെ മടിയിൽ തന്നെ ഇരിക്കണം,
അതുകൊണ്ട് അതിനെന്താ മാർഗം നിങ്ങൾ ഉപദേശിക്കുന്നു? ഉടനെ നാരദൻ പറഞ്ഞു കൊടുത്തു, നാരായണനെ ജപിച്ചോളൂ, അതിനുള്ള മാർഗങ്ങളും സ്ഥലങ്ങളും എല്ലാം അദ്ദേഹം കണ്ടുപിടിച്ച് കൊടുത്തു. അങ്ങനെ ധ്രുവൻ കഠിന തപസ് ചെയ്തു. കഠിന തപസ് കഴിഞ്ഞാൽ ആരും ഇങ്ങനെ ഒരു തപസ് ചെയ്തിട്ടുണ്ടാവില്ല. 5 വയസ്സായ കുട്ടിയുടെ കാര്യം ഞാൻ പറയണം, അതാലോചിക്കണം. തപസ് പറഞ്ഞാൽ എല്ലാവരും ചെയ്യും. ഈ 5 വയസ്സായ കുട്ടിയുടെ കഠിന തപസ് കണ്ട് ദേവന്മാർ കൂടി നടുങ്ങിയെന്നാണ് പറയണം. അപ്പോൾ ദേവന്മാരെല്ലാം ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഇതെന്താ അത് കഥ, ഇത്രയും ചെറിയ കുട്ടിയെ പരീക്ഷിക്കണോ എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെ പ്രത്യക്ഷമായി ധ്രുവനെ വിളിച്ചു. ധ്രുവ, നീ വിളിക്കുന്ന നാരായണൻ ഞാൻ തന്നെയാണ്. നീ എന്താഗ്രഹിക്കുന്നു പറയും, നിനക്ക് എന്ത് വരം വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ്. ധ്രുവൻ പറഞ്ഞു, എനിക്ക് യാതൊന്നും വേണ്ട, എനിക്ക് എൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ചിരിച്ചു പറഞ്ഞു, നീ എൻ്റെ മടിയിലിരുന്നു, അല്ലെങ്കിൽ ദേവലോകത്ത് നിങ്ങൾക്ക് ഏത് സ്ഥാനം വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, വേണ്ട, എനിക്ക് അതൊന്നും വേണ്ട, എൻ്റെ അച്ഛൻ്റെ മടിയിൽ തന്നെ ഇരിക്കണം. ഓ, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ശരി, നീ അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം. 26,000 വർഷങ്ങൾക്ക് ശേഷം നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം, ലോകത്തിലേക്ക് ഏറ്റവും വലിയ സ്ഥാനത്ത് തന്നെ അവിടെ ഇരുത്താം എന്ന് പറഞ്ഞു. അദ്ദേഹം അപ്രത്യക്ഷനായി, മഹാവിഷ്ണു അപ്രത്യക്ഷനായി. ധ്രുവൻ സന്തോഷിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന സമയത്ത് അച്ഛനും മുമ്പിലൊക്കെ ഉണ്ട്. ആ സ്ഥാനം എടുത്ത് രാജാവായി അങ്ങനെയിരുന്നു. അതുകൊണ്ട് ആയില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം വിവാഹം കഴിച്ചു. 26,000 വർഷം എന്ന് പറഞ്ഞിരിക്കുന്ന 26,000 വർഷം ധ്രുവൻ ഭരിച്ചു എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം വളരെയധികം വിവാഹങ്ങൾ കഴിച്ചു. ആ വിവാഹങ്ങൾ വളരെ കുട്ടികളൊക്കെ ഉണ്ടായി. പക്ഷേ ധ്രുവന് ആയുസ്സുള്ള പോലെ മറ്റുള്ളവർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അവരവർക്ക് ഒരു നിശ്ചയിച്ചിരുന്ന പീരീഡ് അങ്ങനെ ആയി. അതിൻ്റെ ഇടയ്ക്ക് അനുജൻ ഉത്തമൻ എന്ത് ചെയ്തു വെച്ചാൽ, ഒരു പ്രാവശ്യം വനത്തിലേക്ക് കാട്ടിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു യക്ഷനായിട്ട് ഒരു യുദ്ധമുണ്ടായി. ആ യക്ഷൻ്റെ യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെട്ട വാർത്ത, അനുജൻ മരണപ്പെട്ട വാർത്ത ധ്രുവനറിഞ്ഞു. ധ്രുവന് ഭയങ്കര ദേഷ്യം വന്നു. ധ്രുവൻ എന്ത് ചെയ്തു, യക്ഷന്മാരെയൊക്കെ കൊന്നു തീർക്കാൻ തുടങ്ങി. യുദ്ധം ചെയ്ത് അദ്ദേഹം വളരെ കഴിവുള്ളവനാണല്ലോ, അതും ഭഗവാന്റെ പ്രസാദം കൂടിയും കിട്ടിയിട്ടുണ്ട്, അനുഗ്രഹം കൂടിയും കിട്ടിയിട്ടുണ്ട്. ഇതിനു മീതെ എന്ത് വേണം, എല്ലാവരെയും യക്ഷവൻ കൊല്ലാൻ തുടങ്ങി. ഇങ്ങനെ ആയ സമയത്ത് കുബേരൻ, യക്ഷന്മാരുടെ ഒരു തലവനാണല്ലോ, കുബേരൻ എന്ത് ചെയ്തു, അദ്ദേഹത്തോട് വന്ന് കാല് പിടിച്ചു, ഇങ്ങനെ ചെയ്യരുത്, ഇതിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം അങ്ങനെ പിന്മാറി. അപ്പോൾ ധ്രുവൻ അതിന് ശേഷം വിവാഹം കഴിച്ചത് ശൈശുമാരൻ എന്ന മഹാരാജാവിൻ്റെ പുത്രിയായ ബ്രഹ്മിയാണ്. ബ്രഹ്മി. അതിൽ അദ്ദേഹത്തിന് 2 പുത്രന്മാരുണ്ട്. ഒന്ന് കൽപ്പൻ. 2 പ്രാവശ്യം കൽപ്പെന്നും വരും, അതുപോലെ 2 പ്രാവശ്യം വത്സെന്നും വരും, വത്സരെന്നും വരും. അതുകൊണ്ട് കൺഫ്യൂഷൻ ആവരുത്. കൽപ്പൻ എന്നും വത്സലൻ എന്നും 2 പുത്രന്മാരുണ്ടായി. അത് കുറേ കാലം ഇങ്ങനെ കഴിഞ്ഞു. അവരുടെ കാലഘട്ടം കഴിഞ്ഞു. ഒടുവിൽ ഇദ്ദേഹത്തിന് പുത്രന്മാരില്ലാതായി. രാജ്യഭാരം ഏറ്റെടുക്കാൻ പുത്രന്മാരില്ലാതായി. ആ ഒരു ഘട്ടം ഒരുപാട് കാലം അദ്ദേഹം പുത്രന്മാരില്ലാതെ അങ്ങനെയിരുന്നു. ഒടുവിൽ വായുപുത്രിയായ ഇടാദേവിയെ വിവാഹം കഴിച്ചു. വായുദേവൻ്റെ പുത്രിയായ ഇടാദേവിയെ വിവാഹം കഴിച്ചു. അതിൽ അദ്ദേഹത്തിന് ഉൽക്കലൻ എന്നൊരു പുത്രനുണ്ടായി. ഈ അത് രാജ്യം ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, തലമുറയായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഈ ഉൽക്കലന് ഒരു പുത്രനുണ്ടായി. അവൻ്റെ പേരാണ് വത്സൻ. ആദ്യം ഞാൻ പറഞ്ഞ വത്സരൻ, ഇപ്പോൾ പറയണ വത്സൻ. ഈ വത്സൻ്റെ പേരക്കുട്ടി ആണ് അങ്കൻ. ഈ അങ്കൻ സുനീതി എന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അതിൽ വേനൻ എന്നൊരു പുത്രനുണ്ടാക്കി. വേനൻ നിർഭാഗ്യവശാൽ ഈ വേനൻ എന്തായിരുന്നു, അധർമ്മിയും ദുഷ്ടനുമായിരുന്നു. ഈ വത്സൻ്റെ ഈ അങ്കന് ഈ കുട്ടി ഉണ്ടാവാൻ തന്നെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളില്ലാതെ ഒരുപാട് കാലമായിരുന്നു. എന്നിട്ട് പുത്രകാമേഷ്ടി യാഗം നടത്തി അദ്ദേഹം. പുത്രകാമേഷ്ടി യാഗത്തിൽ കിട്ടിയ അദ്ദേഹത്തിൻ്റെ പേരും സുനീതി, ഭാര്യയുടെ പേരും സുനീതിയാണ്. ആദ്യത്തെ സുനീതിയല്ല കേട്ടോ, പ്രത്യേകം നിർവഹണം. ധ്രുവൻ്റെ അമ്മ സുനീതിയല്ല, ഇത് അങ്കൻ്റെ ഭാര്യ സുനീതിയാണ്. സുനീതി എന്നാണ് പേര്. അപ്പോൾ സുനീതിക്ക് അത് കൊടുത്തു.
സുനീത അത് കഴിച്ച ശേഷം അവർക്ക് വേനൻ എന്നൊരു പുത്രനുണ്ടായി. നിർഭാഗ്യവശാൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ അങ്ങനെ തലതെറിച്ച വിത്തുകൾ. ഇവർ നിർഭാഗ്യവശാൽ ഈ വേനൻ അധർമ്മിയും ദുഷ്ടനുമായി. എല്ലാ അധർമ്മങ്ങളും ചെയ്തിരുന്നു. മഹർഷിമാരെ ദ്രോഹിച്ചിരുന്നു. സ്ത്രീകൾക്ക് സ്ത്രീപീഡനം നടത്തിയിരുന്നു. ഇനി പറയാനൊന്നുമില്ല, അത്രയും ദുഷ്ടത്തനം ചെയ്തിരുന്നു. മഹർഷിമാർക്കും എല്ലാവർക്കും ഒരു തലവേദനയായി മാറി മൊത്തം. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് മഹർഷിമാർ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇനി നമുക്ക് നാളെ പറയാം. നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക.